ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ നോർമൽ വേർഡ് ഓർഡർ എന്താണ്? ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, പിന്നെ ഒബ്ജക്റ്റ്, അല്ലെ? എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സബ്ജക്റ്റും വെർബും എന്തായാലും ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റ് ആയി വരുന്നത് നോർമലി നൗണോ പ്രൊനൗണോ ആയിരിക്കും, പക്ഷെ അത് അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പലപ്പോഴും ING ഫോംസും ടു ഇൻഫിനിറ്റീവ്സും ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. ചില വേർബ്സിന് ശേഷം നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും, എന്നാൽ മറ്റു ചില വേർബ്സിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ING ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് ING ഫോമും ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, പക്ഷെ മീനിങ്ങിൽ ഡിഫറൻസ് വരാനിടയുണ്ട്. ഓരോ വേർബ്സിന് ശേഷവും ഏതെല്ലാം സ്ട്രക്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാം എന്ന് അറിയുകയാണെങ്കിൽ മാത്രമേ തെറ്റില്ലാതെ ഇംഗ്ലീഷിൽ സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കൂ. നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന പല വേർബ്സിന് ശേഷവും നമുക്ക് ING ഫോംസും ഇൻഫിനിറ്റീവ്സും യൂസ് ചെയ്യാൻ സാധിക്കും, പക്ഷെ മിക്കപ്പോഴും മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അത്തരം വേർബ്സ് അതെങ്ങനെ കറക്റ്റായി യൂസ് ചെയ്യാം, അതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ലെസൺ മുഴുവൻ കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് വായന ഇഷ്ടമാണ്. വളരെ സിമ്പിൾ ആയ ഒരു സെന്റൻസ്. എനിക്ക് വായന ഇഷ്ടമാണ്. വായന, അതിന് നമുക്ക് റീഡിംഗ് എന്ന് പറയാം. അതൊരു ING ഫോം ആണ്. റീഡ് എന്ന വെർബിന്റെ ING ഫോം ആണ് റീഡിംഗ്. ഐ ലൈക്ക് റീഡിംഗ് അല്ലെങ്കിൽ ഐ ലവ് റീഡിംഗ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു റീഡ്. വായിക്കാൻ, ടു റീഡ്. ഇവിടെ ലൈക്ക് എന്ന വെർബായാലും ശരി, ലവ് എന്ന വെർബായാലും ശരി, പൊതുവെ ഈ വേർബ്സിന് ശേഷം ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഹേറ്റ് ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോംസ് യൂസ് ചെയ്യാം, ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. മീനിങ്ങിൽ കാര്യമായ ഒരു വ്യത്യാസവും വരുന്നില്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഐ ലൈക്ക് റീഡിംഗ് എന്ന് പറഞ്ഞാലും ഐ ലൈക്ക് ടു റീഡ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് വായന ഇഷ്ടമാണ്. മലയാളത്തിൽ പറയുമ്പോഴും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഒരു സെന്റൻസിൽ നമ്മൾ വായന എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ വായിക്കാൻ എന്നാണ് പറയുന്നത്, പക്ഷെ രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ലൈക്ക് എന്ന വെർബിന് ശേഷം നമുക്ക് നൗൺസും പ്രൊനൗൺസും എല്ലാം ഒബ്ജക്റ്റായി യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ING ഫോംസും ഇൻഫിനിറ്റീവ്സും ഒബ്ജക്റ്റായി വരുന്ന എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. ഈ മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ. ഐ ലൈക്ക് ബുക്സ്. ഇവിടെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ളത് ബുക്സ് എന്ന നൗൺ ആണ്. ഐ ലൈക്ക് ഹിം, അതിൽ ഒബ്ജക്റ്റായി വന്നത് ഹിം എന്ന പ്രൊനൗൺ ആണ്. ട്രാൻസിറ്റീവ് വേർബ്സിന് ശേഷം ഒബ്ജക്റ്റായി നൗൺസിനെയും പ്രൊനൗൺസിനെയും നമുക്ക് എല്ലായ്പ്പോഴും യൂസ് ചെയ്യാം, പക്ഷെ ഒബ്ജക്റ്റായി ING ഫോമോ ഇൻഫിനിറ്റീവോ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എനിക്ക് 22 വയസ്സുള്ളപ്പോൾ ആണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. സ്റ്റാർട്ട് എന്നോ ബിഗിൻ എന്നോ നമുക്ക് പറയാം. രണ്ട് വെർബായാലും ശരി, അതിന് രണ്ടിനും ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കും, ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാൻ സാധിക്കും. മീനിങ്ങിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. I started teaching അല്ലെങ്കിൽ I began teaching when I was 22. I started teaching when I was 22. 22 years old എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. when I was 22 എന്ന് പറഞ്ഞാൽ മതി. years old അവിടെ ആഡ് ചെയ്താലും തെറ്റില്ല. അത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ years old എന്ന് തന്നെ പറയുക. year old എന്ന് പറഞ്ഞാൽ പോരാ, years എന്ന് തന്നെ വേണം പറയാൻ. I started teaching when I was 22 അല്ലെങ്കിൽ I started to teach when I was 22. ഇവിടെ നമുക്ക് started എന്ന വെർബിന് ശേഷം ING ഫോമും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. മീനിങ്ങിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല. സ്റ്റാർട്ട് എന്ന വെർബിന് പകരം നമ്മൾ ബിഗിൻ എന്ന വെർബാണ് ഉപയോഗിച്ചതെങ്കിലും ഇതുപോലെ തന്നെയാണ്. ബിഗിൻ എന്ന വെർബിന് ശേഷവും നമുക്ക് ING ഫോമും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. മീനിങ്ങിൽ വ്യത്യാസമില്ല. I started teaching when I was 22. ഇവിടെ when I was 22 എന്ന ക്ലോസിന് പകരം നമുക്ക് at the age of 22 എന്നും പറയാം. ഒരു ഫ്രേസ് ഉപയോഗിക്കാം. I started teaching at the age of 22. ഇനി I started teaching at 22 എന്ന് പറഞ്ഞാലും മീനിങ് വ്യക്തമാണ്. at the age of എന്നതിന് പകരം നമുക്ക് at 22 എന്ന് പറയാം. ഇതെല്ലാം ഈ കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഞാനതെല്ലാം ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. നമ്മൾ നേരത്തെ നോക്കിയ രണ്ട് എക്സാമ്പിളിലും ബിഗിൻ ആയാലും സ്റ്റാർട്ട് ആയാലും ലൈക്ക് ആയാലും ലവ് ആയാലും എല്ലാം അതിനുശേഷം ING ഫോം ഇൻഫിനിറ്റീവ് നമുക്ക് ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ വേർബ്സും അങ്ങനെയല്ല. ചില വേർബ്സിന് ശേഷം ING ഫോമും നമുക്ക് ഉപയോഗിക്കാം, ഇൻഫിനിറ്റീവും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആണ്. ഈ സെന്റൻസ് നോക്കൂ. വാതിൽ ലോക്ക് ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഐ റിമെമ്പർ. എന്താണ് ഓർക്കുന്നത്? വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത്. വാതിൽ ലോക്ക് ചെയ്തത് നേരത്തെ എപ്പോഴോ ആണ്, പക്ഷെ ഇപ്പൊ ഞാനത് ഓർക്കുകയാണ്. ഒരു പക്ഷെ ഞാൻ വീട്ടിലുണ്ടായിരിക്കില്ല, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി അവിടെ ഇരുന്ന് ഓർക്കുന്ന കാര്യമാണ്. വാതിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഓർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ.
വാതിൽ ലോക്ക് ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. ഇവിടെ ലോക്ക് ചെയ്തത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ റിമെമ്പറിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നത്. റിമെമ്പർ എന്ന വെർബിന് ശേഷം ING ഫോം വരുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. അവനെ അവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു എന്ന് പറയാൻ ഐ റിമെമ്പർ എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല എന്നെങ്ങനെയാ പറയുന്നത്? ഐ റിമെമ്പർ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യാം? നമുക്ക് ഡു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കാം. ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡു ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഐയുടെയും യുവിന്റെയും കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോണ്ട് ആണ്. ഐ ഡോണ്ട് റിമെമ്പർ. ഐ റിമെമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു. ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഡു ഉപയോഗിക്കാൻ കാരണം അറിയാമല്ലോ, സബ്ജക്ട് ഐ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡു ഉപയോഗിക്കുന്നത്. ഞാൻ അവനെ അവിടെ കണ്ടതായി ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ. എന്താണ് ഓർക്കാത്തത്? കണ്ടതായി. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ്. ആരെ? അവനെ. ഹിം. ദർ. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം ദർ. അവനെ അവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം ദർ. സബ്ജക്റ്റിന് ശേഷം വെർബായ ഡോണ്ട് റിമെമ്പർ വന്നു. അതിനുശേഷം ഇവിടെ ഒബ്ജക്റ്റായി എന്താണ് ഓർക്കുന്നത് അല്ലെങ്കിൽ ഓർക്കാത്തത്? കണ്ടത് അല്ലെ? ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നേരത്തെ എപ്പോഴോ കണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം ദർ. ഇവിടുത്തെ ഒബ്ജക്റ്റ് റിമെമ്പർ എന്ന വെർബിന്റെ ഒബ്ജക്റ്റായി വന്നത് സീയിങ് എന്ന ING ഫോം ആണ്. പിന്നെ ആ ING ഫോമിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഹിം എന്ന പ്രൊനൗൺ വന്നിട്ടുള്ളത്. ഐ ഡോണ്ട് റിമെമ്പർ ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവനെ ഓർക്കുന്നില്ല എന്നാണ്. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവനെ കണ്ടതായി ഓർക്കുന്നില്ല. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. അവിടെ ദർ. ഇപ്പൊ പറഞ്ഞല്ലോ, റിമെമ്പറിന് ശേഷം ING ഫോം വരുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നടന്ന കാര്യമാണ്, ഇപ്പോഴാണ് ഓർമ്മിക്കുന്നത്. സംസാരിക്കുന്ന സമയത്ത് ഓർമ്മിക്കുന്ന കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് റിമെമ്പറിന് ശേഷം നമ്മൾ ING ഫോം ഉപയോഗിക്കാം. റിമെമ്പറിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരാൻ ഓർമ്മിക്കണം. മറക്കരുത്, സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരണം. ഭാവിയിൽ നടക്കാനുള്ളൊരു കാര്യമാണ്, ഇപ്പോഴേ പറയുകയാണ്. നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പറയുകയാണ്, സ്കൂളിൽ നിന്ന് സമയമാവുമ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് വരാൻ മറക്കരുത്, അല്ലെങ്കിൽ ഓർമ്മിക്കണം. ഇതെങ്ങനെയാ പറയുന്നത്? ഓർമ്മിക്കണം. യു മസ്റ്റ് റിമെമ്പർ. കുട്ടികളെ കൊണ്ടുവരാൻ. ടു ഫെച്ച് കിഡ്സ് ഫ്രം സ്കൂൾ. യു മസ്റ്റ് റിമെമ്പർ ടു ഫെച്ച് ദ കിഡ്സ് ഫ്രം സ്കൂൾ. യു മസ്റ്റ് റിമെമ്പർ. നീ ഓർമ്മിക്കണം. ടു ഫെച്ച് കൊണ്ടുവരാൻ, അവിടെ പോയി പിക്ക് ചെയ്യാൻ. ആരെ? കുട്ടികളെ. ദ കിഡ്സ് ഫ്രം സ്കൂൾ, സ്കൂളിൽ നിന്ന്. ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. കൊണ്ടുവരാൻ മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വാതിൽ അടച്ചത് എന്നാണ് പറഞ്ഞത്, വാതിൽ അടയ്ക്കാൻ എന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിമെമ്പർ ടു ലോക്ക് ദ ഡോർ എന്നാണ് പറയുക. വാതിൽ അടയ്ക്കാൻ മറക്കരുത്. വാതിൽ അടച്ചത് എന്ന് പറയാനാണ് നമ്മൾ റിമെമ്പർ ലോക്കിംഗ് എന്ന് പറഞ്ഞത്. ടു ഫെച്ച് കൊണ്ടുവരാൻ. ഇൻഫിനിറ്റീവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു മീനിങ് ആണ് വരുന്നത്. ചെയ്യാൻ, പറയാൻ, പോവാൻ, അതെല്ലാമാണ് ഇൻഫിനിറ്റീവിന്റെ അർത്ഥം. അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയെ കണ്ടത് ഞാൻ ഒരിക്കലും മറക്കില്ല. റിമെമ്പർ എന്ന വെർബ് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഫൊർഗെറ്റ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ING ഫോം വരുമ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചാണ്. അതിനുശേഷം ഇൻഫിനിറ്റീവ് വരുമ്പോൾ നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പ്രധാനമന്ത്രിയെ കണ്ടത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫൊർഗെറ്റ്. എന്താ മറക്കാത്തത്? കണ്ടത്. സീയിങ്. ആരെ? ദ പ്രൈം മിനിസ്റ്റർ. ഐ വിൽ നെവർ ഫൊർഗെറ്റ് സീയിങ് അല്ലെങ്കിൽ മീറ്റിംഗ് ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയെ കണ്ടത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവിടെ ഫൊർഗെറ്റിന് ശേഷം നമ്മൾ ING ഫോമാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നടക്കാൻ പോകുന്ന കാര്യമല്ല. പ്രധാനമന്ത്രിയെ കണ്ടത് നേരത്തെ എപ്പോഴാണ്, പക്ഷെ ആ അനുഭവം ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. ഐ വിൽ നെവർ ഫൊർഗെറ്റ് മീറ്റിംഗ് ദ പ്രൈം മിനിസ്റ്റർ. ഐ വിൽ നെവർ ഫൊർഗെറ്റ് ടു മീറ്റ് എന്നാണ് പറയുന്നതെങ്കിലോ അതിനർത്ഥം കാണാൻ മറക്കില്ല എന്നാണ്. അതല്ലല്ലോ നമുക്ക് പറയേണ്ടത്. വാതിൽ ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നു. കഴിഞ്ഞു പോയ കാര്യം തന്നെയാണ്, ചെയ്യാൻ മറന്നു എന്നാണ് പറയേണ്ടത് അല്ലെ? ഐ ഫോർഗോട്ട് ടു ലോക്ക് ദ ഡോർ. വാതിൽ ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നു. ചെയ്യാൻ ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ടു ലോക്ക് എന്ന് പറയുന്നത്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. ഖേദിക്കുന്നു അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇംഗ്ലീഷ് വെർബാണ് റിഗ്രറ്റ്. ഞാൻ ഖേദിക്കുന്നു.
ഐ റിഗ്രറ്റ്. എന്താണ് ഖേദിക്കുന്നത്? പഠനം പൂർത്തിയാക്കാതെ കോളേജിൽ നിന്ന് പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചു പോന്നു. അതാണ് ഇപ്പോൾ ഖേദിക്കുന്നത്. ചെയ്തത് പണ്ട് എപ്പോഴോ ആണ്, ഇപ്പോഴാണ് അതിന്റെ വിഷമം അനുഭവപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴാണ് സംസാരിക്കുന്നത്. അപ്പൊ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് ഡ്രോപ്പ് ഔട്ട് എന്നത്. കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്ന് പറയാം, ഡ്രോപ്പ് ഔട്ട് ഓഫ് കോളേജ്. ഐ റിഗ്രറ്റ് ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് കോളേജ്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് കോളേജ്. ഇവിടെ നമ്മൾ റിഗ്രറ്റിന് ശേഷം ഉപയോഗിച്ചത് ING ഫോം ആണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതൊരു വലിയ അബദ്ധമായിരുന്നു. ഇറ്റ് വാസ് എ ഹ്യൂജ് മിസ്റ്റേക്ക്. അതൊരു വലിയ അബദ്ധമായിരുന്നു. ബിഗ് മിസ്റ്റേക്ക് എന്നും എല്ലാം നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് വാസ് എ ഹ്യൂജ് മിസ്റ്റേക്ക്. കോളേജിൽ പോവാത്തതിൽ നിനക്ക് ഖേദമുണ്ടോ? നിനക്ക് ഖേദമുണ്ടോ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എനിക്ക് ഖേദമുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് ഐ റിഗ്രറ്റ് എന്നല്ലേ? അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ആണ് ഉപയോഗിക്കുക. ഇത് നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്, അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡു ആണ്. ഡു യു റിഗ്രറ്റ് നോട്ട് ഗോയിങ് ടു കോളേജ്? കോളേജിൽ പോവാത്തതിൽ നിനക്ക് വിഷമമുണ്ടോ? ഡു യു റിഗ്രറ്റ് നോട്ട് ഗോയിങ് ടു കോളേജ്? ഗോയിങ് ടു കോളേജ് എന്ന് പറയുമ്പോൾ കോളേജിൽ പോയതിൽ എന്നർത്ഥം, പോവാത്തതിൽ എന്നതിന് നമ്മൾ അവിടെ നോട്ട് എന്നൊരു വേർഡ് കൂടി ആഡ് ചെയ്തു. ഡു യു റിഗ്രറ്റ് നോട്ട് ഗോയിങ് ടു കോളേജ്? കോളേജിൽ പോവാത്തതിൽ നിനക്ക് ഖേദമുണ്ടോ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. പറയാൻ പാടില്ലാത്ത എന്തോ പറഞ്ഞു, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് സെയിങ് ദാറ്റ്. ഐ റിഗ്രറ്റ് സെയിങ് ദാറ്റ്. ഈ എക്സാമ്പിൾസിലെല്ലാം റിഗ്രറ്റിന് ശേഷം നമ്മൾ ING ഫോം ആണ് യൂസ് ചെയ്തത്. ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് റിഗ്രറ്റിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത എന്നാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റിഗ്രറ്റിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. അത് പൊതുവെ അനൗൺസ്മെന്റ്സിലാണ് വരുന്നത്. ഈ സെന്റൻസ് നോക്കൂ. We regret to inform you that your application has been unsuccessful. നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, പക്ഷേ നിങ്ങളെ അവർക്ക് സെലക്ട് ചെയ്യാൻ ഉദ്ദേശമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കമ്പനി, ആ എംപ്ലോയർ നിങ്ങൾക്ക് അയക്കുന്ന ഒരു ലെറ്ററിലുള്ള ഒരു സെന്റൻസ് ആണിത്. We regret to inform you that your application has been unsuccessful. നിങ്ങളുടെ അപേക്ഷ വിജയകരമായിരുന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. വി റിഗ്രറ്റ് ടു ഇൻഫോം. അതങ്ങനെ നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നാണ് പറയുന്നത്. അനൗൺസ്മെന്റ്സിലാണ് പൊതുവെ റിഗ്രറ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വരുന്നത്. അത് നമുക്കൊരു കാര്യം ചെയ്യാൻ വിഷമമുണ്ട്, അതാണ് അതിനർത്ഥം. വി റിഗ്രറ്റ് ടു ഇൻഫോം, അറിയിക്കുന്നതിൽ ഖേദമുണ്ട്. റിഗ്രറ്റിന് ശേഷം ING ഫോം ഉപയോഗിക്കുമ്പോഴെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇപ്പോഴാണ് അറിയിക്കുന്നത്, അതിൽ ഖേദമുണ്ട് എന്നാണ് പറയേണ്ടത്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അനൗൺസ്മെന്റ് അവരിത് ഇങ്ങനെയാ പറയാം. വി റിഗ്രറ്റ് ടു ഇൻഫോം യു that your flight has been cancelled. നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. We regret to inform you that your flight has been cancelled. ഇവിടെ എല്ലാം റിഗ്രറ്റിന് ശേഷം ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് വന്നത്. പൊതുവെ ഇങ്ങനെ റിഗ്രറ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത് അൺപ്ലസന്റ് ആയ വാർത്തകൾ അനൗൺസ് ചെയ്യുമ്പോഴാണ്. ചില വേർബ്സിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് കാണും, അതിനുശേഷമാണ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക. ആ ഒബ്ജക്റ്റ്, പേഴ്സണൽ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ING ഫോം ആണ് യൂസ് ചെയ്യുക. ഈ സെന്റൻസ് നോക്കൂ. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഞാൻ ആ റിസോർട്ട് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല എന്നർത്ഥം. ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഐ വുഡിൻ അഡ്വൈസ്. ഐ വിൽ നോട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. പൊതുവെ അത് കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയി പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഐ വുഡിൻ അഡ്വൈസ് എന്ന് പറയുന്നത്. I wouldn't advise staying in that resort. I wouldn't advise staying in that resort. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യില്ല, ആരെയും അത് ഉപദേശിക്കില്ല. ഐ വുഡിൻ അഡ്വൈസ്. അതിനുശേഷം ING ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ പേഴ്സണലായ ഒരു ഒബ്ജക്റ്റും ഇല്ല, ആരോടും അല്ല ഇത് പറയുന്നത്, ജനറലി പറയുകയാണ്. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഇങ്ങനെ അഡ്വൈസിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. പക്ഷേ അഡ്വൈസിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ ആരെയും അഡ്വൈസ് ചെയ്യില്ല. ആരെയും എന്ന അർത്ഥത്തിൽ നമുക്കിവിടെ എനിബഡി എന്ന് പറയാം. നിങ്ങൾക്ക് ആ റിസോർട്ട് റെക്കമെൻഡ് ചെയ്യില്ല എന്നാണ് പറയേണ്ടെങ്കിൽ നമുക്ക് യു എന്ന പ്രൊനൗണും അവിടെ ഉപയോഗിക്കാം. രണ്ടായാലും അഡ്വൈസിന് ശേഷം ഇവിടെ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഐ വുഡിൻ അഡ്വൈസ് എനിബഡി ടു സ്റ്റേ ഇൻ ദാറ്റ് റിസോർട്ട്.
ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ING ഫോം അല്ല, ടു ഇൻഫിനിറ്റീവ് ആണ്. അഡ്വൈസിന് ശേഷം ഇവിടെ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് വന്നു. എനിബഡി എന്ന് ഉപയോഗിക്കാം, യു എന്ന് ഉപയോഗിക്കാം, പീപ്പിൾ എന്ന് ഉപയോഗിക്കാം, എല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്ത് തന്നെയായാലും അഡ്വൈസിന് ശേഷം നമ്മളിവിടെ ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഈ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. I wouldn't advise staying in that resort. അവിടെ ഒബ്ജക്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ ഒബ്ജക്റ്റായി ഉപയോഗിച്ചത് ING ഫോം ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. I wouldn't advise anybody to stay in that resort. ഈ ഒബ്ജക്റ്റിന് ശേഷം പിന്നെ വന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. പല വേർബ്സും ഇങ്ങനെയാണ്, ഇത് ശ്രദ്ധിക്കണം. ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ അവർ ആളുകളെ അനുവദിക്കുന്നില്ല. അവർ അനുവദിക്കുന്നില്ല. They don't allow അല്ലെങ്കിൽ they don't permit. അവർ അനുവദിക്കുന്നില്ല. അവർ അനുവദിക്കുന്നു എന്നതിന് they allow എന്ന് പറയും. അതിന്റെ നെഗറ്റീവ് ഫോം ആണ് they don't allow എന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ നമ്മൾ ആളുകളെ എന്ന് പറയുന്നുണ്ട്, അതായത് ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ട്. They don't allow people to park in front of the gate. They don't allow people to park in front of the gate. ഇവിടെ allow എന്ന വെർബിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. They don't allow people to park in front of the gate. ഇവിടെ allow എന്ന വെർബിന് പകരം നമുക്ക് പെർമിറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. അപ്പോഴും ഇതേ നിയമങ്ങൾ തന്നെയാണ്. അലോ ആയാലും പെർമിറ്റ് ആയാലും അഡ്വൈസ് ആയാലും അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ പിന്നെ വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ആ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. ഇനി ഇത് നമ്മൾ പാസീവ് ഫോമിലാണ് പറയുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ പറയാം? They don't allow people. അവർ ജനങ്ങളെ അനുവദിക്കുന്നില്ല, അല്ലെ? ഇവിടുത്തെ ഒബ്ജക്റ്റ് പീപ്പിൾ ആണ്. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ പീപ്പിൾ ഉപയോഗിച്ചാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള സബ്ജക്റ്റ് ആയി വരുന്നത്. പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പല ക്ലാസ്സസും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണും. പീപ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. പീപ്പിൾ ആറിൻ അലൗഡ് ടു പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. പീപ്പിൾ അല്ലെങ്കിൽ യു ആറിൻ അലൗഡ് ടു പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഡോണ്ട് അലോ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വെർബാണ്, നെഗറ്റീവ് വെർബാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്ന്, അതിനുശേഷം പിന്നെ V3 ഉപയോഗിച്ചാണ്. നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആർ ഇൻ അലൗഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർ അലൗഡ് എന്നാണ് പറയുക. പീപ്പിൾ ആർ ഇൻ അലൗഡ് ടു പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ്. ഡോണ്ട് അലോ എന്നതിന്റെ പാസീവ് ഫോം ആണ് ആർ ഇൻ അലൗഡ് എന്നത്. പീപ്പിൾ ആർ ഇൻ അലൗഡ് ടു പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഇനി ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലെങ്കിലോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ING ഫോം ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ. ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല. ദേ ഡോണ്ട് അലോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ദേ ഡോണ്ട് അലോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഇവിടെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. ദേ ഡോണ്ട് അലോ ടു പാർക്ക് എന്നല്ല നമ്മൾ പറയുന്നത്, ദേ ഡോണ്ട് അലോ പാർക്കിംഗ് എന്നാണ്. അലോ എന്ന വെർബിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴോ ഇവിടുത്തെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ളത് എന്താണ്? പാർക്കിംഗ് എന്ന ING ഫോം ആണ്. കഴിഞ്ഞ എക്സാമ്പിളിൽ ഒബ്ജക്റ്റായി വന്നത് പീപ്പിൾ എന്ന നൗൺ ആയിരുന്നു. അപ്പോൾ ആ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പീപ്പിൾ ഉപയോഗിച്ചാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ ഒബ്ജക്റ്റായി വന്നത് പാർക്കിംഗ് എന്ന ING ഫോം ആണ്. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ പാർക്കിംഗ് ഉപയോഗിച്ചാണ് പാസീവ് വോയിസിലുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഡോണ്ട് അലോ എന്നതിന്റെ പാസീവ് ഫോമായി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈസ് നോട്ട് അലൗഡ് ആണ്. ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ING ഫോം ആണ്. ING ഫോംസിനെ നമ്മൾ എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആയാണ് കൺസിഡർ ചെയ്യുന്നത്. പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ്. നേരത്തെ പീപ്പിൾ ആർ നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞത്. പീപ്പിൾ ഒരു പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പാസീവ് വോയിസിൽ ആർ ഉപയോഗിച്ചത്. ഇവിടെ പാർക്കിംഗ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് ഉപയോഗിക്കുന്നത് ആറിന് പകരം. പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. പൊതുസ്ഥലത്ത് പുക വലിക്കുന്നത് നിയമം അനുവദിക്കുന്നില്ല. നിയമം അനുവദിക്കുന്നില്ല. ലോ ഡസ് നോട്ട് അലോ അല്ലെങ്കിൽ ലോ ഡസ് നോട്ട് പെർമിറ്റ്. എന്താണ് അനുവദിക്കാത്തത്? പുക വലിക്കുന്നത്, സ്മോക്കിംഗ്. ഇവിടെ പേഴ്സണലായ ഒബ്ജക്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ING ഫോം ആണ് ഉപയോഗിക്കുന്നത്. Law does not allow smoking in public places. Law does not allow smoking in public places. Allow എന്ന വെർബിന് പകരം അതേ മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് പെർമിറ്റ്. പെർമിറ്റ് കുറച്ചുകൂടി ഫോർമൽ ആണ്. ഈ രണ്ട് വെർബ്സിനേക്കാളും ഇൻഫോർമൽ ആണ് ലെറ്റ് എന്ന വെർബ്. Law does not allow smoking in public places. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താ കിട്ടുക? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? ഇവിടുത്തെ ഒബ്ജക്റ്റ് സ്മോക്കിംഗ് എന്ന ING ഫോം ആണ്. ആക്റ്റീവ് വോയിസിലുള്ള വെർബിന്റെ ഒബ്ജക്റ്റ് എന്തോ അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെന്റൻസ്
സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സ്മോക്കിംഗ് ഉപയോഗിച്ചാണ് ആ സെന്റൻസ് തുടങ്ങുന്നത്. സ്മോക്കിംഗ് പിന്നെ എന്താ വരിക? ഡസ് നോട്ട് അലോ എന്നതിന്റെ പാസീവ് ഫോം എന്താണ്? ഈസ് നോട്ട് അലൗഡ്. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ പബ്ലിക് പ്ലേസസ്. സ്മോക്കിംഗ് ഈസ് നോട്ട് പെർമിറ്റഡ് ഇൻ പബ്ലിക് പ്ലേസസ്. ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ING ഫോം ആണ്. ING ഫോംസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സ് ആണ്. ആദ്യത്തെ സെന്റൻസിൽ ഡസ് ഉപയോഗിക്കാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. അവിടുത്തെ സബ്ജക്റ്റ് ലോ എന്ന സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺസിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക ഡസ് ആണ്. പ്ലൂറൽ നൗൺസിന്റെ അല്ലെങ്കിൽ പ്ലൂറൽ പ്രൊനൗൺസിന്റെ കൂടെയാണ് നമ്മൾ ഡു ഉപയോഗിക്കുക. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലത്ത് പുകവലിക്കാൻ നിയമം നിങ്ങളെ അനുവദിക്കുന്നില്ല. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, നിങ്ങളെയാണ് അനുവദിക്കാത്തത്. നിങ്ങളെ എന്നതിന് നമുക്ക് യു എന്ന് പറയാം, അല്ലെങ്കിൽ ജനറലായി പീപ്പിൾ എന്ന് പറയാം. ജനങ്ങളെ അനുവദിക്കുന്നില്ല എന്നർത്ഥം. നിയമം അനുവദിക്കുന്നില്ല. ലോ ഡസ് നോട്ട് അലോ. ആരെ? നിങ്ങളെ, യു അല്ലെങ്കിൽ പീപ്പിൾ. എന്താണ് അനുവദിക്കാത്തത്? പുകവലിക്കാൻ. ലോ ഡസ് നോട്ട് അലോ പീപ്പിൾ ടു സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസസ്. ലോ ഡസ് നോട്ട് അലോ പീപ്പിൾ അല്ലെങ്കിൽ യു to smoke in public places. Law does not permit you to smoke in public places. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നത് കാരണം പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെന്റൻസ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാം? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? യു ആണ്, അല്ലെങ്കിൽ പീപ്പിൾ എന്ന നൗൺ ആണ്. അപ്പൊ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. യു ആർ നോട്ട് അലൗഡ് ടു സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസസ്. ഡസ് നോട്ട് അലോ എന്നതിന്റെ പാസീവ് ഫോമായി ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ആർ നോട്ട് അലൗഡ് ആണ്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. യു പ്ലൂറൽ പ്രൊനൗൺ ആണ്. അതിന്റെ കൂടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. ഇനി സബ്ജക്റ്റ് പീപ്പിൾ ആയാലും നമ്മൾ ആറ് തന്നെയാണ് ഉപയോഗിക്കുക. പീപ്പിൾ ഒരു പ്ലൂറൽ നൗൺ ആണ്. യു ആർ നോട്ട് അലൗഡ് ടു സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസസ്, അല്ലെങ്കിൽ ലോ ഡസ് നോട്ട് അലോ യു ടു സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസസ്. അഡ്വൈസ് എന്ന വെർബ്, അലോ എന്ന വെർബ്, പെർമിറ്റ് എന്ന വെർബ് എല്ലാം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വരെ ടു ഇൻഫിനിറ്റീവ് ആണ്. ആ പേഴ്സണൽ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. അവർ മറ്റേ റൂമിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ചില വെർബ്സിന് ശേഷം സീ കാണുക, ഹിയർ കേൾക്കുക, വാച്ച് കാണുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ഇതുപോലത്തെ വെർബ്സിന് ശേഷം നമുക്ക് ING ഫോമും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. മീനിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അവർ മറ്റേ റൂമിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കേട്ടു, ഐ ഹേർഡ്. കഴിഞ്ഞുപോയ കാര്യമാണ്. ഹിയർ എന്ന വെർബിന്റെ V2 ആണ് ഹേർഡ്. ഐ ഹേർഡ് എന്താ കേട്ടത്? അവർ സംസാരിക്കുന്നത്. ഐ ഹേർഡ് ദം ടോക്കിംഗ് ഇൻ ദ അതർ റൂം. ഐ ഹേർഡ് ദം ടോക്കിംഗ് ഇൻ ദ അതർ റൂം. മറ്റേ റൂമിൽ അല്ലെങ്കിൽ അടുത്ത റൂമിൽ എന്നതിന് നമുക്ക് ഇൻ ദ അതർ റൂം എന്ന് പറയാം. ഐ ഹേർഡ് ദം ടോക്കിംഗ് ഇൻ ദ അതർ റൂം. ഇവിടെ ഹേർഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റായി നമ്മൾ ദം എന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. ദേ എന്ന് പറയാൻ പാടില്ല, ദം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒബ്ജക്റ്റായി വരുന്ന പ്രൊനൗൺസ് എപ്പോഴും ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ദേ സബ്ജക്റ്റ് ഫോം ആണ്, അതിന്റെ ഒബ്ജക്റ്റ് ഫോം ആണ് ദം. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഐ ഹേർഡ് ദം ടോക്കിംഗ് ഇൻ ദ അതർ റൂം. ഇതിനർത്ഥം ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ അവർ പറയുന്നത് എന്തോ ഞാൻ കേട്ടു. ഞാനത് മുഴുവൻ കേട്ടിട്ടില്ല, ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. ഞാൻ ആ റൂമിന് മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടു. അവരുടെ സംഭാഷണത്തിന്റെ ഇടയിൽ എപ്പോഴോ ഞാൻ കേട്ടു. അതാണ് ഈ ING ഫോം കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സീ ഹിയർ വാച്ച് ഈ വേർബ്സിന് ശേഷം നമ്മൾ എപ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ. ടു ഉള്ള ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ ടു റൈറ്റ്, ടു സിങ് അതുപോലത്തെ വേർബ്സ് ആണ് എന്നാണ്. ആക്ച്വലി ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ V1-നാണ് നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോമിനാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ടു ഉപയോഗിക്കുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവ് ആയി മാറുന്നു. ടു ഇല്ലാതെ വരുമ്പോൾ അത് ഇൻഫിനിറ്റീവ് ആയി മാറുന്നു. ഇൻഫിനിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ ടു ഉണ്ട് എന്ന് കരുതരുത്. ടു ഉള്ളതിന് നമ്മൾ പറയുന്നത് ടു ഇൻഫിനിറ്റീവ് എന്ന് തന്നെയാണ്. അപ്പൊ ഹിയർ, സീ, വാച്ച് ഈ വേർബ്സിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം ഞാൻ ആ സംഭാഷണം മുഴുവൻ കേട്ടു എന്നാണ്. ഐ ഹേർഡ് ദം ടോക്ക് ഇൻ ദ അതർ റൂം. ഐ ഹേർഡ് ദം ടോക്ക് ഇൻ ദ അതർ റൂം. ഇവിടെ ഞാൻ ആ പോകുന്ന വഴിക്ക് കേൾക്കുകയല്ല ചെയ്യുന്നത്, അവർ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. അതാണ് ഈ സെന്റൻസിനർത്ഥം. ING ഫോം ഉപയോഗിക്കുമ്പോൾ ഇടയിൽ എവിടെയോ കേട്ടു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ടു ടോക്ക് എന്ന് പറയരുത്. ഹിയറിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഹേർഡ് ദം ടോക്ക് ഇൻ ദ അതർ റൂം. അവരുടെ സംഭാഷണം മുഴുവൻ ഞാൻ കേട്ടു. ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ അതാണ് അതിനർത്ഥം, മുഴുവൻ കേട്ടു എന്നാണ് അർത്ഥം. അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു, ഐ സോ. എന്താ കണ്ടത്? അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. I saw her getting off the bus. I saw her getting off the bus. I saw her get off the bus. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് സോ എന്ന വെർബിന് ശേഷം ഉപയോഗിച്ചത്. അതിനർത്ഥം അവൾ ഇറങ്ങുന്നത് മുഴുവൻ ഞാൻ കണ്ടു എന്നാണ്. ബസ് വന്ന് നിന്നത് ഞാൻ കണ്ടു, ബസ്സിൽ നിന്ന് അവൾ പതുക്കെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു, ഒരുപക്ഷെ അവൾ പിന്നെ നടന്നു പോയതും ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ആ ആക്ഷൻ മുഴുവൻ കണ്ടു. രണ്ടാമത്തെ സെന്റൻസിൽ ഞാൻ അവളെ കാണാനായി ശ്രമിക്കുന്നൊന്നുമില്ല, ഒരുപക്ഷെ ഞാനും ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ആളായിരുന്നിരിക്കാം. ജസ്റ്റ് യാദൃശ്ചികമായി അവൾ അതിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു, ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല. ഐ സോ ഹെർ ഗെറ്റിംഗ് ഓഫ് ദ ബസ്. അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് ഇടയിൽ എപ്പോഴോ ഞാൻ കണ്ടു. അത്രയേ ING ഫോം എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. മറിച്ച് ആദ്യത്തെ സെന്റൻസിലെ ഇൻഫിനിറ്റീവ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഞാൻ ആ ആക്ഷൻ മുഴുവൻ കണ്ടു എന്ന അർത്ഥമാണ് നൽകുന്നത്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് സീ, ഹിയർ അതുപോലുള്ള വാക്കുകൾക്ക് ശേഷം ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ ആക്ഷൻ മുഴുവനായും കണ്ടു അല്ലെങ്കിൽ കേട്ടു, അതാണ് അതിനർത്ഥം. അവർ എന്നെ മണിക്കൂറുകളോളം കാത്തു നിർത്തി. സീ, ഹിയർ, വാച്ച് ഈ വേർബ്സിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലുള്ളൊരു വാക്കാണ് മേക്ക്. മേക്കിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് വരും, പിന്നെ വരുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. അവർ എന്നെ മണിക്കൂറുകളോളം കാത്തു നിർത്തി. എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവർ കാരണം. ഇത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? They made me wait for hours. They made me wait for hours. Made എന്നത് make എന്ന വെർബിന്റെ V2 ആണ്. അതിനുശേഷം me എന്ന പേഴ്സണൽ ഒബ്ജക്റ്റ് വന്നു. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ടു വെയിറ്റ് എന്നോ വെയിറ്റിംഗ് എന്നോ അല്ല നമ്മളിവിടെ പറയുന്നത്, വെയിറ്റ് എന്ന് മാത്രമാണ് പറയുന്നത്. They made me wait for hours. മേക്കിന് ശേഷം എപ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ. പക്ഷെ ഇത് പാസീവ് ഫോമിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടു ഉള്ള ഇൻഫിനിറ്റീവ് തന്നെയാണ്. ഇതിന്റെ പാസീവ് ഫോം ഇങ്ങനെയാ വരിക. I was made to wait for hours. They made me wait എന്ന് പറയുമ്പോൾ അതിലെ ഒബ്ജക്റ്റ് എന്താണ്? മീ അല്ലേ? ആ മീ ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സബ്ജക്റ്റ് തുടങ്ങുക. അപ്പോൾ മീ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. നമ്മളതിനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് ഫോം വേണം യൂസ് ചെയ്യാൻ. മീയുടെ സബ്ജക്റ്റ് ഫോം ഐ ആണ്. ഐ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ സെൻറ്റൻസ് തുടങ്ങാൻ. ഐ മെയ്ഡ് എന്ന വെർബിൻ്റെ പാസീവ് ഫോം ആണ് വാസ് മെയ്ഡ്. മെയ്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ പാസീവ് വെർബ് ഫോം എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആണ്. ആദ്യത്തെ സെന്റൻസിലെ മെയ്ഡ് V2 ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെയ്ഡ് V3 ആണ്. മേക്ക് എന്ന വെർബിന്റെ V2ഉം V3യും മെയ്ഡ് തന്നെയാണ്. പാസീവ് വെർബ് ഫോംസ് നമ്മൾ എല്ലായ്പ്പോഴും V3 ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ പാസീവ് ഫോം എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആണ്. I was made to wait for hours. പാസീവ് ഫോമിൽ മേക്കിന് ശേഷം അല്ലെങ്കിൽ മെയ്ഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. ആക്റ്റീവ് ഫോമിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. അവർ എന്നെ കരയിച്ചു. They made me cry. അവർ എന്നെ കരയിച്ചു. They made me cry. Me എന്ന പേഴ്സണൽ ഒബ്ജക്റ്റിന് ശേഷം ടു ക്രൈ എന്നോ ക്രൈങ് എന്നോ ഒന്നും പറയരുത്, ക്രൈ എന്ന് മാത്രം പറയുക. എനിക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്നതിന് ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയാം. ഞാൻ ഉപയോഗിക്കുന്ന വെർബ് ഹെയ്റ്റ് ആണ്. ലൈക്ക് പോലെ തന്നെ ഹെയ്റ്റിന് ശേഷവും നമുക്ക് ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ING ഫോമും ഉപയോഗിക്കാം. മീനിങ്ങിൽ വ്യത്യാസമില്ല. ഐ ഹേറ്റ് ടു വർക്ക് ഓൺ സൺഡേസ് അല്ലെങ്കിൽ ഐ ഹേറ്റ് വർക്കിംഗ് ഓൺ സൺഡേസ്. ഹേറ്റിന് പകരം ഡോണ്ട് ലൈക്ക് എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം. ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് ഓൺ സൺഡേസ് എന്ന് പറയാം. ഐ ഡോണ്ട് ലൈക്ക് വർക്കിംഗ് ഓൺ സൺഡേസ് എന്നും പറയാം. ലവ്, ലൈക്ക്, ഹേറ്റ്, ഡിസ്ലൈക്ക് ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോമും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. മീനിങ്ങിൽ വ്യത്യാസമില്ല. ഞാൻ ഞായറാഴ്ചകളിൽ നേരത്തെ എഴുന്നേൽക്കാറില്ല. നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി ഓൺ സൺഡേസ്. ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി ഓൺ സൺഡേസ്. ഞാൻ ഞായറാഴ്ചകളിൽ നേരത്തെ എഴുന്നേൽക്കാറില്ല. എനിക്ക് കിടക്കയിൽ തന്നെ തുടരുന്നതാണ് ഇഷ്ടം. നമുക്കൊരു കാര്യം മറ്റൊരു കാര്യത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്, അതല്ല ഇവിടെ പറയുന്നത്. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പ്രിഫർ തന്നെയാണ്. പ്രിഫറിന് ശേഷം നമുക്ക് ING ഫോമും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. അർത്ഥത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഐ പ്രിഫർ സ്റ്റേയിങ് ഇൻ ബെഡ് അല്ലെങ്കിൽ ഐ പ്രിഫർ ടു സ്റ്റേ ഇൻ ബെഡ്. എനിക്ക് എഴുന്നേൽക്കുന്നതിലും ഇഷ്ടം കിടക്കയിൽ തന്നെ തുടരുന്നതാണ് എന്നർത്ഥം. ഐ പ്രിഫർ ടു സ്റ്റേ ഇൻ ബെഡ് അതല്ലെങ്കിൽ ഐ പ്രിഫർ സ്റ്റേയിങ് ഇൻ ബെഡ്. പ്രിഫർ എന്ന വെർബിന് ശേഷവും നമുക്ക് ഇതുപോലെ ING ഫോമും ടു ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈക്കിന് ശേഷം അല്ലെങ്കിൽ ലവ് എന്ന വെർബിന് ശേഷം അല്ല നമുക്ക് ഇൻഫിനിറ്റീവും ING ഫോമും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ വുഡ് ലൈക്ക്, വുഡ് പ്രിഫർ അതുപോലുള്ള വാക്കുകൾക്ക് ശേഷം നമ്മൾ പൊതുവെ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യാം. ഈ ലൈക്കിന് അല്ലെങ്കിൽ പ്രിഫറിന് മുമ്പ് വുഡ് എന്ന ഓക്സിലറി വരുമ്പോൾ പിന്നെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്. ഐ വുഡ് ലൈക്ക് ടെല്ലിങ് എന്നല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. നിനക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഡാൻസിങ്?
അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടു ഡാൻസ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് മീനിങ്ങിൽ. ജനറലായ ചോദ്യമാവുമ്പോൾ ING ഫോം തന്നെ ഉപയോഗിക്കുക. ഡു യു ലൈക്ക് ഡാൻസിങ്, നിനക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ്. നിനക്ക് ഇപ്പോൾ നൃത്തം ചെയ്യാൻ താല്പര്യമുണ്ടോ? അത് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഇപ്പൊ ചെയ്യാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഡാൻസ്, ഇത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് ജനറൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഡാൻസ് ഇഷ്ടമാണോ അതാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ING ഫോം ഉപയോഗിച്ചത്. ജനറൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ രണ്ടാമത്തെ സെന്റൻസ് അങ്ങനെയല്ല. അത് ഈ പ്രത്യേക അവസരത്തിൽ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അതെല്ലാമാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് തന്നെയാണ്. വുഡ് യു ലൈക്ക് ടു ഡാൻസ് അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഡാൻസ് വിത്ത് മീ, എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ. ഇവിടെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. ഞാൻ സംസാരം നിർത്തി. നമ്മൾ സ്റ്റാർട്ട് എന്ന വെർബിന് ശേഷം ING ഫോമും ഇൻഫിനിറ്റീവും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സ്റ്റോപ്പ് എന്ന വെർബിന് ശേഷം പക്ഷേ ING ഫോമിനും ഇൻഫിനിറ്റീവിനും രണ്ട് അർത്ഥമാണ് വരുന്നത്. ഞാൻ സംസാരം നിർത്തി, ഐ സ്റ്റോപ്ഡ് ടോക്കിംഗ്. അവിടെ ING ഫോമാണ് ഉപയോഗിച്ചത്. അതിനർത്ഥം ഞാൻ സംസാരം നിർത്തി എന്നാണ്. ഐ സ്റ്റോപ്ഡ് ടോക്കിംഗ്. ഞാൻ സംസാരിക്കാനായി നിർത്തി. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് നിർത്തി മറ്റൊരാളോട് സംസാരിക്കുന്നതിന് വേണ്ടി. ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക ടു ടോക്ക് എന്നാണ്. ടു ഇൻഫിനിറ്റീവാണ് യൂസ് ചെയ്യുന്നത്. ഐ സ്റ്റോപ്ഡ് ടു ടോക്ക്, ഞാൻ സംസാരിക്കാൻ വേണ്ടി നിർത്തി. ഐ സ്റ്റോപ്ഡ് ഡ്രൈവിംഗ് ടു ടോക്ക്, ഞാൻ വാഹനം ഓടിക്കുകയായിരുന്നെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് നിർത്തി. ആരെയോ കണ്ടു അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തി എന്നർത്ഥം. സംസാരിക്കാനായി നിർത്തി. സ്റ്റോപ്പ് എന്ന വെർബ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഈ ഡിഫറൻസ് ശ്രദ്ധിക്കാം. എൻ്റെ അമ്മ എന്നെ തനിച്ച് പുറത്തു പോകാൻ സമ്മതിക്കില്ല. അനുവദിക്കുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പല വേർബ്സ് യൂസ് ചെയ്യും. അലോ നമുക്ക് ഉപയോഗിക്കാം, പെർമിറ്റ് നമുക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലെറ്റ് ആണ്. അലോ, പെർമിറ്റ് ഈ രണ്ട് വേർബ്സിന് ശേഷവും നമ്മൾ ടു ഉള്ള ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെറ്റ് എന്ന വെർബിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് യൂസ് ചെയ്യുക. ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ അലോ, പെർമിറ്റ് ഈ വേർബ്സിന് ശേഷം നമ്മൾ ING ഫോമാണ് ഉപയോഗിക്കുക. ഇത് കഴിഞ്ഞ എക്സാമ്പിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ തനിച്ച് പുറത്തു പോകാൻ സമ്മതിക്കില്ല. മൈ മദർ ഡസൻ ലെറ്റ് മീ ഗോ ഔട്ട് എലോൺ. മൈ മദർ ഡസൻ ലെറ്റ് മീ ഗോ ഔട്ട് എലോൺ. ലെറ്റ് മീ ടു ഗോ ഔട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, ലെറ്റ് മീ ഗോ ഔട്ട് എന്നാണ്. ലെറ്റിന് പകരം നമ്മളിവിടെ അലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ടു ഗോ എന്ന് തന്നെയാണ്. മൈ മദർ ഡസൻ അലോ മീ ടു ഗോ ഔട്ട് എലോൺ. പെർമിറ്റ് ആണെങ്കിലും നമ്മൾ ടു ഗോ എന്നാണ് പറയുക. മൈ മദർ ഡസൻ പെർമിറ്റ് മീ ടു ഗോ ഔട്ട് എലോൺ. ലെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ. മൈ മദർ ഡസൻ ലെറ്റ് മീ ഗോ ഔട്ട് എലോൺ. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. ലെറ്റ് ഹിം സ്പീക്ക്. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. ഇംപറേറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റ് ഇല്ല. നമ്മൾ വെർബ് ഉപയോഗിച്ചാണ് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംപറേറ്റീവ് സെന്റൻസസിലെ സബ്ജക്റ്റ് എപ്പോഴും യു ആണ്, അത് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ലെറ്റ് ഹിം സ്പീക്ക്. ലെറ്റ് ഹിം സ്പീക്കിംഗ് എന്നോ ലെറ്റ് ഹിം ടു സ്പീക്ക് എന്നോ ഒന്നും പറയരുത്. ലെറ്റിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ്, പിന്നെ വരുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന പല വേർബ്സിന് ശേഷവും ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണോ, ING ഫോം യൂസ് ചെയ്യണോ, ഇതെല്ലാമാണ് പഠിച്ചത്. ലെസൺ ഇഷ്ടമായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആണ് എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.